ഞങ്ങളെ റൈഡിൽ കയറി വന്നപ്പോ പാമ്പ്. ഷോ ഇതെന്തത്? എന്താ ഉണ്ണിയേട്ട കണ്ണു കാണുന്നില്ല? ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു വിനോദയാത്ര പോയിരിക്കുകയാണ്. അത് വേറെ എങ്ങോട്ടുമല്ല കേട്ടോ, നമ്മുടെ ട്രിവാൻഡ്രമുള്ള ഹാപ്പി ലാൻഡിലേക്കാണ്. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോയത്. ഇത് 2ാം തവണയാണ് ഞാൻ ഹാപ്പി ലാൻഡിൽ പോണത്. കുഞ്ഞുവാവയൊക്കെ ആയതിനു ശേഷം ഇത് ആദ്യം തവണയാണ് പോണത്. എന്നാലും പൊളിയാട്ടോ, ഫാമിലി ആയിട്ട് ഒരു ദിവസം അടിച്ചു പൊളിക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസ് തന്നെയാണ് ഹാപ്പി ലാൻഡ്. ഫ്രണ്ട്സിൻ്റെ ഒപ്പം ആണെങ്കിലും ഫാമിലിയുടെ ഒപ്പം ആണെങ്കിലും അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഹാപ്പി ലാൻഡ്. ഇതിൽ കയറുന്നതിന് മുന്നേ ഇവിടുത്തെ സ്റ്റാഫിനോട് ഞാൻ ചോദിച്ചു കേട്ടോ, കുഞ്ഞിനെയും കൊണ്ട് കയറുന്നതിന് കുഴപ്പമുണ്ടോ, കുഞ്ഞ് പേടിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഒന്നുമില്ല, അങ്ങനെ പേടിക്കാൻ മാത്രം ഒന്നുമില്ല എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെയാണ് ഞങ്ങൾ മോനെയും കൊണ്ട് പോണത്. പക്ഷേ മോൻ നല്ലപോലെ പേടിച്ചു കേട്ടോ. അതുകൊണ്ട് ഇതിൽ കുഞ്ഞുങ്ങളെ കയറ്റാതിരിക്കുന്നതാണ് നല്ലത്. എന്തിനാണ് വെറുതെ റിസ്ക് എടുക്കുന്നത്? ഞങ്ങൾക്ക് പറ്റിയ നമ്മൾ വേറെ ആർക്കും പറ്റാതിരിക്കട്ടെ. തിരിച്ചതിൽ ഇറങ്ങാനും പറ്റത്തില്ലാത്ത അവസ്ഥയായിപ്പോയി. അതുകൊണ്ട് എന്താണേലും ഫുള്ളായിട്ട് കണ്ടിറങ്ങാനേ പറ്റത്തുള്ളൊരവസ്ഥയായതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ അകത്ത് കൂടെ കിടന്ന് ഓടുമായിരുന്നു കൊച്ചിനെ കൊണ്ട് ഇറങ്ങാനായിട്ട് എങ്ങനെയെങ്കിലും. നമുക്ക് തന്നെ ഇറിറ്റേഷൻ ആകും കേട്ടോ. അപ്പോൾ കുട്ടിയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ലപോലെ കാണത്തു പോലുമില്ല ചില സ്ഥലങ്ങളിൽ നടക്കാനായിട്ട്. വെട്ടവും ഇല്ല, ഒന്നുമില്ല, ഒന്നും കാണാൻ പോലും സത്യം പറഞ്ഞാൽ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ പുറത്തെത്തി കേട്ടോ. പാവ എൻ്റെ മോൻ പേടിച്ചു പോയി. അങ്ങനെ എൻ്റെ മോൻ്റെ ഹാപ്പി ലാൻഡ് ഫസ്റ്റ് ഇത് തന്നെ വലിയ ഹൊറിബിളായിരുന്നു കേട്ടോ. കൊച്ചു പേടിച്ചിട്ട് അകത്തോട്ട് നോക്കുന്നുണ്ടായിരുന്നത് എന്തുവാ എന്നുള്ളൊരു മട്ടി. അതിനുശേഷം അവിടെ നിന്ന് ഞങ്ങൾ നേരെ അടുത്ത റൈഡിലോട്ട് പോയി. ഇത് ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമേ കയറുള്ളൂ കേട്ടോ. ആണുങ്ങൾ ആരും ഈ റൈഡിൽ കയറാൻ വന്നില്ല. പിന്നെ ഈ റൈഡിൽ കയറി പണ്ടേ പരിചയമുള്ളതുകൊണ്ട് അത്ര വലിയ സീനില്ലായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ അവിടെ ഒരു വാട്ടർഫോൾ ഉണ്ടേ, അങ്ങോട്ട് വെച്ച് പിടിച്ച്. എന്ത് രസമല്ല ഇവിടെയൊക്കെ കാണാനായിട്ട്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ. ഇനി ഇതിൻ്റെ അകത്തോട്ടൊന്നും നമുക്ക് കയറാൻ പറ്റില്ല കേട്ടോ. കയറിക്കഴിഞ്ഞാൽ എല്ലാം ചവിട്ടി നശിപ്പിക്കുന്നവർക്കറിയാം. ആരും കയറാത്തതുകൊണ്ട് തന്നെയാണ് അത് അത്ര ഭംഗിയായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നത്. മസ്റ്റായിട്ട് പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഹാപ്പി ലാൻഡ്. നമുക്ക് 1 ഡേ ട്രിപ്പായിട്ട് പോകാൻ പറ്റുന്ന നല്ല സൂപ്പറായിട്ടുള്ള പ്ലേസാണ്. ഒരുപാട് കാണാനും ഉണ്ട്. ഇഷ്ടംപോലെ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഇഷ്ടംപോലെ റൈഡുകളുണ്ട്. ഇതൊന്നും നിൽക്കുന്നുമില്ലല്ലോ ദൈവമേ. ഈ റൈഡിൽ കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ സത്യമായിട്ട് ഉറക്കം വരും കേട്ടോ. പിന്നെ ഇങ്ങനെ വട്ടത്തിൽ കിടന്ന് കറങ്ങുന്നതുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കുറേ നേരം കിളി പോയൊരവസ്ഥയായിരുന്നു എല്ലാവർക്കും. അങ്ങനെ ആ റൈഡിൽ കയറിയ കിളി പറക്കലൊക്കെ മാറിയപ്പോൾ അവിടുന്ന് നേരെ ഞങ്ങൾ അടുത്തടുത്തോട്ട് വെച്ച് പിടിച്ചു. അത്യാവശ്യം അന്ന് തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇതിലൊന്നും ഞാൻ കയറിയില്ല കേട്ടോ. ഈ പ്രാവശ്യം എന്തോ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള റൈഡിലൊക്കെ കയറാൻ എനിക്കൊരു മ്ലാനതയായിരുന്നു. എന്തോ കുഞ്ഞു കയ്യിലുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു. അത്ര റിസ്ക് എടുക്കണ്ടെന്നൊരു തോന്നൽ, എന്തോ ഒരു പേടി പോലെ. പേടിയല്ല, ചെറിയൊരു ഭയം. അങ്ങനെ അതിലൊന്നും കയറിയിട്ടില്ലോ. പിന്നെ ആണുങ്ങളെല്ലാവരും അതിലൊക്കെ കയറുകയൊക്കെ ചെയ്തു. ഞങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് അത്ര താല്പര്യം പോരാത്തതുകൊണ്ട് ഞങ്ങളതിൽ കയറിയില്ല കേട്ടോ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് വെച്ച് പിടിക്കാൻ തുടങ്ങി. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നടന്ന് എത്തിച്ചേർന്നത് ഒരു വാട്ടർ റൈഡിലാണ് കേട്ടോ. അതാ എല്ലാവരും നോക്കൂ, ഞങ്ങളുടെ അച്ഛനാണ് ആ പറന്ന് വരുന്നത്. തോ പോണു. ഇങ്ങനെ പോകാനുള്ള ധൈര്യം ഞങ്ങൾക്കില്ലാത്തതുകൊണ്ട് ഞങ്ങളത് കയറിയില്ല. അപ്പം നിങ്ങൾ വിചാരിക്കത്തില്ലേ എനിക്ക് പേടിയാന്ന്? കണ്ടോ, എനിക്ക് പേടിയില്ലെന്ന് കാണിക്കാനായിട്ട് ഞാൻ അതിലും റിസ്കി ആയതേണ്ടേ നമ്മുടെ കാളക്കുട്ടൻ്റെ പുറത്ത് കയറാൻ പോവുകയാണ്. നോക്കൂ സുഹൃത്തുക്കളെ, ഞാൻ എത്ര ധൈര്യശാലിയാന്ന്. പിന്നെ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു കേട്ടോ, ഞാൻ ഇരുന്ന് സെറ്റായതിനു ശേഷം മാത്രമേ ചേച്ചി ഓണാക്കാവുള്ളേ എന്ന്. പോയപ്പോൾ നിങ്ങൾ എന്താ വിചാരിച്ചേ? ഞാനിന്ന് തകർക്കുന്നല്ലേ? പക്ഷെ ഒറ്റക്കറക്കില്ല, വൃത്തികെട്ട കാളെന്നെ ഊരിട്ട് താഴെ ഇട്ടു. എല്ലാവരുടെ മുന്നിൽ ഞാൻ നാണം കിട്ടും സുഹൃത്തുക്കളെ, നാണം കിട്ടും. പിന്നെ അതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് അല്ലേ? അങ്ങനെ അവിടുന്ന് നാണം കെട്ട് ഓടിയെത്തിയത് ഞങ്ങളുടെ മെയിൻ സ്ഥലത്താണ് ഗൈസ്. ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പോകുന്ന സ്ഥലം. നമുക്ക് ഫാമിലിയായിട്ട് എല്ലാവർക്കും ഇറങ്ങി എൻജോയ് ചെയ്യാൻ പറ്റിയ
പറ്റിയ ഒരു വാട്ടർ തീമാണ് കേട്ടോ ഇത്. പറയാനിരിക്കില്ല, നമ്മൾ എപ്പോൾ ചെന്നാലും ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെയാണ്. എല്ലാ വാട്ടർ തീമിൻ്റെ അവിടെ നമുക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റില്ല കേട്ടോ, കാരണം എല്ലാവരും പ്രൈവസി ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ശരി, ക്ഷമിക്കണം. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കുളിച്ചതാ. ഇനി അടുത്ത ഞായറാഴ്ച കുളിക്കാൻ വ്രതമുണ്ട്. എന്നെ കൊണ്ടിട്ട കുളത്തിലെ മീൻ കുഞ്ഞേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നെയാട്ടോ വിളിക്കുന്നത്. ഞാനാണെങ്കിൽ കുഞ്ഞിനെ കൊണ്ട് കരയിരിക്കുവാണേ. ഞാൻ പോകുമ്പോൾ അച്ഛൻ ഇറങ്ങുമ്പോൾ അച്ഛൻ വരുമ്പോൾ ഞാൻ പോകും, അങ്ങനെയായിട്ടോ ഞങ്ങളിരുന്നത്. അങ്ങനെ എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു. അങ്ങാട്ടി വന്നാലേ അവന്റെ വായിച്ചെന്ന് വിടും. തിരിച്ചു നീന്തിയാ വല്ല സഹാറ മരുവിൽ പോയി രസപ്പെടാ. എല്ലാവരും വെള്ളത്തിലിറങ്ങി കളിച്ചപ്പോൾ കിച്ചൂടിനാണെങ്കിൽ അന്ത വിട്ട് നോക്കട്ടെ, എന്നെ എന്താ ഇറക്കാത്തെന്നുള്ള ഭാവത്തിൽ. പിന്നെ കിച്ചൂടിനെ ഞങ്ങൾ ഇറക്കി, അവനും എൻജോയ് ചെയ്യട്ടെ അല്ലേ. അങ്ങനെ ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്ത് സന്തോഷിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഹാപ്പി ലാൻഡ് പോക്ക്. ഇനിയും എപ്പോഴേലും ഒക്കെ പോകാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടൊന്ന് പോയി നോക്കണം കേട്ടോ. പോയിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഗൈസ്. ബൈ ബൈ. ടേക്ക് കെയർ.